മിക്കവാറും നമ്മുടെയൊക്കെ വീടുകളിൽ എന്തോരം ലുട്ടിടുക്ക് സാധനങ്ങളാണ് ഇതിന് കുന്നുകൂടി കിടക്കുന്നത്. പക്ഷേ ഇത് ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടോ? ഉപകാരപ്പെടത്തില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മുട്ടുസൂചി, റബ്ബർ ബാൻഡ്, പിന്നെ സ്റ്റാപ്ലറിൻ്റെ പിന്ന്, ഇതുപോലെ കുറേ ഐറ്റങ്ങളുണ്ട്. ഇത് എവിടെ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. ഇന്നലെ ഒരു കാര്യം ഞാൻ പറയാം. ഇന്നലെ മോള് വിളിച്ചിട്ട് ചോദിക്കുക, അമ്മേ അവിടെ പിന്നെ കമ്മലും മാലയും കണ്ടായിരുന്നു, മേശപ്പുറത്ത് വെച്ചിരുന്ന കമ്മലും മാലയും കണ്ടായിരുന്നു. ഞാനിത് എവിടെ എടുത്ത് കൊടുക്കാനാണ്? അപ്പോൾ അമ്മ ചോദിക്കുക, അമ്മയുടെ പഴയ സിം എവിടെയെങ്കിലും വെച്ചാൽ കണ്ടായിരുന്നു. പേപ്പറെ കുത്താൻ മുട്ടുസൂചി ഇല്ലാതെ ഓടി കിടക്കുന്ന എന്നോടാണ് ഈ ചോദിക്കുന്നത്. കേസ് അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ബോട്ടിൽ ക്യാപ്പ് കണ്ടെയ്നേഴ്സ്. അപ്പോൾ എല്ലാവർക്കും ടിയാൻ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗെയ്സ്, അപ്പോൾ നമ്മുടെ ബോട്ടിൽ ക്യാപ്പ് കണ്ടെയ്നേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ടും 2 ബോട്ടിലാണ് ആവശ്യമായിട്ടുള്ളത്. ഇതേപോലത്തെ 2 ബോട്ടിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ ബോട്ടിലിൻ്റെ ഈ ക്യാപ്പ് വരുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനായിട്ടൊരു ആക്സോ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഗെയ്സ്, അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ക്യാപ്പ് ഉണ്ടല്ലോ, ഈ ക്യാപ്പിൻ്റെ ഈ താഴ്വശം വരുന്ന ഈ പോർഷനുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു ചേർപ്പ് കണ്ടോ, ആ ചേർപ്പ് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഗെയ്സ്, അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ എഡ്ജ് കണ്ടോ, ഇവിടെ കുറച്ച് ഷാർപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ ഷാർപ്പ്നെസ് നമുക്കൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാനൊരു സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാൻഡ് പേപ്പറിൽ നമുക്കൊന്ന് ഉരച്ച് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഗെയ്സ്, അങ്ങനെ നമ്മൾ 2 ക്യാപ്പ് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു അടപ്പാണ്. അത്യാവശ്യം കട്ടിയുള്ള നല്ലൊരു ക്യാപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ക്യാപ്പിൻ്റെ അളവനുസരിച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ അടപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തമ്മിൽ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ഫെവിക്വിക്കാണ് ഉപയോഗിക്കുന്നത്. ഫെവിക്വിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ക്യാപ്പും നമുക്ക് ഇതിന് മുകളിലേക്ക് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ 2ഉം നല്ല രീതിയിൽ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, നല്ല രീതിയിലൊന്ന് ഒട്ടട്ടെ. ഗെയ്സ്, അങ്ങനെ നമ്മൾ 2 ഏരിയ അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ലെയറായിട്ടാണ് തോന്നുന്നത്. 2 സൈഡ് കണ്ടോ, ഈ ബോട്ടിലിൻ്റെ മുകളിലും ഒരു അറയുണ്ട്, താഴെ ഒരു അറയുണ്ട്. അപ്പോൾ ഈ 2 അറയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്താണ് നമ്മൾ നേരത്തെ ഒട്ടിച്ച പ്ലാസ്റ്റിക്കിൻ്റെ ഏരിയ. ഇനി നമുക്കിതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം. ഗെയ്സ്, അപ്പോൾ നമ്മൾ ആദ്യം ഈ കണ്ടെയ്നറിലേക്ക് ഒരു സിമ്മാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സിമ്മ് ഞാൻ ഇതിലേക്ക് ഇടാൻ പോവാണ്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ കമ്മലാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് 2 കമ്മലും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യത്തെ കണ്ടെയ്നർ സെറ്റായിട്ട് അപ്പം നമുക്ക് സിമ്മും ഉണ്ട്, കമ്മലും ഉണ്ട്. ഈ കണ്ടെയ്നർ നമുക്ക് എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം. അപ്പോൾ ഇതിനകത്തിൽ ഒരു സംശയം നമുക്കുണ്ടായേക്കാം, ഇപ്പം ഇതിനകത്തിൽ എന്തെങ്കിലും വെള്ളം കയറുമോ മറ്റോ ഉണ്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഈ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇടാൻ പോകണം. ഗെയ്സ്, അപ്പം നമ്മളങ്ങനെ 3 കണ്ടെയ്നർ കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ബോട്ടിൽ കണ്ടെയ്നർ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഐറ്റം കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാൻ പോകണം. അതിനുശേഷം നമ്മൾ ആദ്യത്തെ കണ്ടെയ്നർ ചെക്ക് ചെയ്യുക. അതിനകത്തിൽ വെള്ളം കയറിയിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ഗെയ്സ്, ഇനി നമ്മൾ ആദ്യം വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച കണ്ടെയ്നർ ഒന്ന് പരിശോധിക്കാം. കണ്ടാ, സിമ്മിന് ഒരു കുഴപ്പമില്ല. നോക്കി, വെള്ളം ശകലം പോലും കയറിയിട്ടില്ല. അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കമ്മലും കൂടെ നോക്കാം.
കമ്മലും അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടെയ്നർ പരിപാടി അടിപൊളിയായിട്ട് സക്സസ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ എന്ത് ഐറ്റങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഗെയ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇതിലും വ്യത്യസ്തമായ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും വരാം. ടിൽ ദെൻ, ബൈ ബൈ.